പ്രൈസ് ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2025 ജാനുവരി മാസം 30 വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. നിന്റെ കഷ്ടതയിൽ ലോകം നിനക്ക് വേദന തരും, എന്നാൽ ദൈവത്തിൻ്റെ വചനം നിനക്ക് പ്രത്യാശ തരും. പ്രിയരെ, പ്രാരംഭ വാക്യത്തിനകത്തേക്ക് 119 സങ്കീർത്തനം അതിൻ്റെ 49-50 വാക്യങ്ങളിലേക്ക്. നീ എന്നെ പ്രത്യാശിക്കുമാറാക്കിയത് കൊണ്ട് അടിയനോടുള്ള വചനത്തെ ഓർക്കണമേ. 50 വാക്യം. നിന്റെ വചനം എന്നെ ജീവിപ്പിക്കുന്നത് എൻ്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസമാകുന്നു. ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് സംസാരിച്ച വചനം, നിന്റെ വചനമാണ് എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത്, എൻ്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസമാകുന്നു. എന്നെ കേൾക്കുന്നവരെ, ഈ വചനം നമ്മെ ജീവിപ്പിക്കുന്നതാണ്, നമ്മുടെ കഷ്ടതയിൽ നമ്മെ ആശ്വസിപ്പിക്കുന്നതാണ്. ലോകവും മനുഷ്യനെയും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം, നമ്മുടെ കഷ്ടതകളിൽ നമ്മെ വേദനപ്പെടുത്തുന്നതാണ്, അല്ലെങ്കിൽ വേദന സമ്മാനിക്കുന്നതാണ്. എന്നാൽ ആ വേദനയുടെ നടുവിലും ദൈവത്തിൻ്റെ വചനം നമ്മെ ജീവിപ്പിക്കുകയും നമ്മെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നതാണ്, നമുക്ക് പ്രത്യാശ തരുന്നതാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ പ്രഭാതത്തിൽ ഏത് കഷ്ടതയിലും ഏത് പ്രതികൂലത്തിൻ്റെ നടുവിലാണ് ഈ സന്ദേശം നിങ്ങൾ കേൾക്കുന്നെങ്കിലും നിങ്ങൾക്ക് ഒരു പ്രത്യാശയും വലിയ ആശ്വാസവും ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം യോബ് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. എന്നാൽ ഒരു സമയത്ത് എല്ലാം നഷ്ടപ്പെട്ടു പോയി. ആ നഷ്ടപ്പെട്ടു പോകുന്ന സമയത്ത് തൻ്റെ ഭാര്യ തന്നെ വേദനിപ്പിക്കുന്നത് കാണാം, തെല്ലിപ്പറയുന്നത് കാണാം. എന്നാൽ ദൈവത്തിലുള്ള പ്രത്യാശയിൽ യോബിത മുമ്പോട്ട് പോകുന്നത് കാണാൻ കഴിയും. എന്നെ ശ്രദ്ധിക്കുന്നവരെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതയിൽ, നിങ്ങൾ അനുഭവിക്കുന്ന വേദനയിൽ ദൈവത്തിൻ്റെ വചനത്തെ, ദൈവത്തിൻ്റെ ശബ്ദത്തെ നിങ്ങൾ മുറുകെ പിടിക്കാമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് പുതിയ അനുഭവങ്ങൾ അല്ലെങ്കിൽ വലിയ ആശ്വാസം നിങ്ങൾക്കുണ്ടാകുന്നത് കാണാൻ കഴിയും. അബ്രഹാമിനെ ശ്രദ്ധിച്ചു നോക്കി. അബ്രഹാം ദൈവത്തിൻ്റെ വാഗ്ദത്തം കേട്ട് ദൈവത്തിൻ്റെ ശബ്ദത്തിൽ ഇറങ്ങിത്തിരിച്ചവനാണ്. എന്നാൽ വാഗ്ദത്തം തൻ്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടാതെ നീണ്ട വർഷങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ തൻ്റെ ഭാര്യയുടെ വാക്കിനകത്ത് താൻ ഹാഗാറിൻ്റെ അടുക്കിലേക്ക് പോകുന്നത് കാണാൻ കഴിയും. സാറായുടെ വാക്കിനകത്ത് താൻ തെറ്റിദ്ധരിക്കപ്പെടുകയും പിന്നത്തേതിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത് കാണാൻ കഴിയും. എന്നെ കേൾക്കുന്നവരെ, ഹന്നായെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. ഹന്ന തൻ്റെ പ്രതിയോഗിയാൽ വേദനപ്പെടുകയും നിരാശപ്പെടുകയും പട്ടിണി കിടക്കുകയൊക്കെ ചെയ്യുന്നത് കാണാൻ കഴിയും. കാരണം പെനീനായിലൂടെ വല്ലാത്ത വേദനയിലൂടെ അവൾ കടന്നു പോവുകയാണ്. എന്നാൽ എന്നെ ശ്രദ്ധിക്കുന്നവരെ, ആലയത്തിൽ അവൾ കരഞ്ഞുകൊണ്ട് അവൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏലി പുരോഹിതനിൽ നിന്ന് വെളിപ്പെട്ട ദൈവശബ്ദം അവളെ എന്നേക്കുമായി ആശ്വസിപ്പിക്കുന്നത് കാണാൻ കഴിയുന്നു. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ ദൈവവചനത്തിന് വില കൊടുക്കുന്നവരാണെങ്കിൽ നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമെന്ന് 119 സങ്കീർത്തനം 105 വാക്യം പറയുകയാണ്. നമുക്ക് വിശ്വസിക്കാം, ദൈവത്തിൻ്റെ വചനം നമ്മുടെ പാതകളെ തുറക്കുന്നതാണ്, നമ്മെ മുൻപോട്ട് കൊണ്ടുപോകുന്നതാണ്. പൂർണ്ണമായിട്ട് വിശ്വസിച്ചാട്ടെ, ദൈവവചനം നമ്മിൽ വെളിപ്പെടും. ദൈവവചനത്തിൻ്റെ ശക്തി നമ്മെ മുൻപോട്ട് നടത്തുന്നതാണ്. നിങ്ങൾ നോക്കിയേ, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനെന്ന്
യാക്കോബിൻ്റെ ലേഖനത്തിൽ കാണാൻ കഴിയുന്നു. എന്നാൽ ഏലിയാവിനെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, ഒരു സ്ത്രീയുടെ വാക്കിനകത്ത് നിരാശപ്പെട്ട് ജീവിതം മതി യഹോവേ എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ വാക്കിനകത്ത് ഇതാ ചൂരച്ചെടിയുടെ കീഴിൽ വേദനപ്പെട്ട് കിടക്കുന്നത് കാണാം. എന്നാൽ ദൂതൻ്റെ സ്പർശനവും ദൂതൻ്റെ വാക്കുകളും അവനെ വീണ്ടും എഴുന്നേൽപ്പിക്കുകയാണ്, അവനെ വീണ്ടും മുൻപോട്ട് കൊണ്ടുപോവുകയാണ്. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ശബ്ദം നിന്നെ മുൻപോട്ട് കൊണ്ടുപോകുന്നതാണ്. ഈ പ്രഭാതം ദൈവത്തിൻ്റെ ശബ്ദം ലോകത്തിൻ്റെ മുമ്പിൽ നിന്നെ മാനിക്കുന്നതാണ്. നിങ്ങൾ നോക്കിയ പൗലോസ് അപ്പോസ്തലൻ യാത്ര ചെയ്ത കപ്പൽ തകർന്നു. അല്ലെങ്കിൽ 14 രാവും പകലും സൂര്യനെയോ ചന്ദ്രനെയോ കാണാതെ വല്ലാത്ത ഭാരത്താൽ ആ കപ്പലിലുള്ളവർ മുമ്പോട്ട് പോകുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഉൾപ്പെടെ 276 പേർ ആ കപ്പലിലുണ്ട്. എന്നാൽ 275 പേരും അവർ കടന്നു പോകുന്ന വിഷയത്തിനകത്ത് അവർ വേദനിക്കുമ്പോൾ പൗലോസ് വിളിച്ചു പറയുന്നു, ദൈവത്തിൻ്റെ ശബ്ദം എന്നെ മാനിച്ചിരിക്കുകയാണ്, ദൈവത്തിൻ്റെ ശബ്ദം എന്നോട് ഇടപെട്ടിരിക്കുകയാണ്. ആ 275 പേരെയും ബലപ്പെടുത്തുന്ന രീതിയിൽ പൗലോസ് അപ്പോസ്തലനിലൂടെ ദൈവശബ്ദം വെളിപ്പെട്ട് വരികയാണ്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ലോകം നിങ്ങളുടെ കഷ്ടതയിൽ നിങ്ങൾക്ക് വേദന സമ്മാനിക്കുമെങ്കിൽ, മനുഷ്യൻ നിങ്ങൾക്ക് വേദന സമ്മാനിക്കുമെങ്കിൽ, ദൈവത്തിൻ്റെ വചനം നിന്നെ എഴുന്നേൽപ്പിക്കുന്നതാണ്, ദൈവത്തിൻ്റെ വചനം നിന്നെ ആശ്വസിപ്പിക്കുന്നതാണ്, ദൈവത്തിൻ്റെ വചനം നിനക്ക് പ്രത്യാശ തരുന്നതാണ്. അറിയാം, ഡൊമീഷ്യൻ ചക്രവർത്തിയും ലോകവും ചിന്തിച്ചത് പത്മോസിൽ യോഹന്നാൻ അവസാനിക്കുമെന്നാണ്. ആ പത്മോസിൽ യോഹന്നാന് ദൈവത്തിൻ്റെ ശബ്ദം ഇതാ സ്വർഗത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ദൈവത്തിൻ്റെ ശബ്ദം നിന്നെ എഴുന്നേൽപ്പിക്കും. 38 വർഷമായി കുളക്കടവിൽ കിടക്കുന്നവന് ലോകം സമ്മാനിച്ചത് വേദനയാണ്, ആരും സഹായിക്കാനില്ലെന്നുള്ള വാക്കുകളാണ്. എന്നാൽ എൻ്റെ യേശുവിൻ്റെ വാക്ക് അവനെ എഴുന്നേൽപ്പിക്കുകയാണ്. നിങ്ങൾ വിശ്വസിച്ച് പ്രഭാതത്തിൽ എൻ്റെ കൂടെ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, എൻ്റെ ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, എൻ്റെ ദൈവം നിൻ്റെ കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്നു, നിനക്ക് ആശ്വാസം തരാൻ, പ്രത്യാശ തരാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പ്രിയരെ. കണ്ണുകൾ അടച്ചാട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ ഓരോ മക്കൾക്കുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ലോകം തരുന്ന കഷ്ടതയിൽ വേദനപ്പെടുന്ന, അല്ലെങ്കിൽ നിരാശപ്പെടുന്ന ഓരോ ദൈവമക്കളിലും ഈ വചന സന്ദേശം അവരെ എഴുന്നേൽപ്പിക്കട്ടെ, അവർക്ക് പ്രത്യാശ കൊടുക്കട്ടെ, അവരെ സൗഖ്യമാക്കട്ടെ. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ എന്നെ കേൾക്കുന്നവരെ, എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധന നടക്കുന്നു. നിങ്ങളെ ക്ഷണിക്കുന്നു. ആയിരങ്ങൾക്ക് അത് വിടുതലായി തീർന്നിട്ടുണ്ട്. നിങ്ങൾക്കും അതിനകത്തേക്ക് ജോയിൻ ചെയ്യാം. സൂം ഐഡികൾ നിങ്ങൾ സ്വന്തമാക്കിയാട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. കർത്താവിൻ്റെ വലിയ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ ഒരിക്കലെങ്കിലും നമ്മുടെ ആരാധനയ്ക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞായറാഴ്ച ദിവസങ്ങളിൽ മിക്ക സ്ഥലങ്ങളിലും ആരാധന നടക്കുന്നു. നിങ്ങൾ കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവിൻ്റെ വലിയ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടട്ടെ. അടുത്ത ദിവസം കാണും വരെയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.